ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 വെള്ളിയാഴ്ച തിരയിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് DS ഇറെ. ഇന്നലെ വ്യാഴാഴ്ചയോടെ 7 ദിവസം പിന്നിട്ട് രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയ 8ാം ദിവസത്തിലേക്കാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. ചിത്രം ആദ്യ ദിവസം റിലീസ് ചെയ്യപ്പെട്ടത് ലോകമെമ്പാടുമായി 20 രാജ്യങ്ങളിലായി 1000ഓളം സ്ക്രീനുകളിലായിരുന്നുവെങ്കിൽ 8ാം ദിവസമായി വെള്ളിയാഴ്ചയോടെ ഈ സിനിമ ലോകമെമ്പാടുമായി 40 രാജ്യങ്ങളിലായി 940 സ്ക്രീനിലാണ് പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളം, റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്നിങ്ങനെ 482 സ്ക്രീനുകളാണ് ഈ സിനിമയ്ക്ക് ഇന്ത്യയിലുള്ളത്. വിദേശ രാജ്യങ്ങളിലായി 458 സ്ക്രീനുകളും നിലവിലുണ്ട്. ഇന്ന് ഈ സിനിമയുടെ തെലുങ്ക് ഡബ്ബിംഗ് പതിപ്പും തിയേറ്ററിലെത്തിയിട്ടുണ്ട്. ഇതോടെ ചിത്രത്തിന് മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ 6000-7000 ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ വിവിധ ഭാഷകളിലായി ഓടിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ സിനിമകളിൽ ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിൽ ഒന്നാമത് നിൽക്കുന്നത് ഈ പ്രണവ് മോഹൻലാൽ സിനിമ തന്നെയാണ്. ഇനി ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസത്തെ കേരള, റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ 1,71,00,000 രൂപയാണ് ഈ സിനിമ ഇന്നലെ കളക്ട് ചെയ്തത്. ആദ്യ 7 ദിവസം കൊണ്ട് 24,40,00,000 രൂപയാണ് കേരള കളക്ഷൻ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആദ്യ 7 ദിവസം കൊണ്ട് 6,77,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 7 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 31,17,00,000 രൂപയാണ്. മിഡിൽ ഈസ്റ്റ് ഓവർസീസ് കളക്ഷനായി 7 ദിവസം കൊണ്ട് $2.81 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 24,94,00,000 രൂപ. അങ്ങനെ ആദ്യ 7 ദിവസം പിന്നിടുമ്പോൾ 56,11,00,000 രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 8ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 1,80,00,000 റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3,50,00,000 മുകളിലാണ്. അങ്ങനെ ആദ്യ 8 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ ലോകമെമ്പാടുമായി 59.5-60 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രഭാസ് നായകനായി SS രാജമൗലി തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 വെള്ളിയാഴ്ച റിലീസായി തിരഞ്ഞെടുത്ത തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് ബാഹുബലി ദി എപ്പിക്. ഈ സിനിമ 7ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 6,50,000 രൂപയായിരുന്നു. 7 ദിവസം കൊണ്ട് കേരളത്തിൽ 1,16,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 7 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 48,50,00,000 രൂപയുമാണ്. 8ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയോടെ ഈ സിനിമ ലോകമെമ്പാടുമായി 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ റിലീസായി തിയേറ്ററിലെ ബാഹുബലി ദി എപ്പിക്കിന് നിലവിൽ മികച്ച വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 2 തിയേറ്ററിലെത്തിയ കന്നഡ പാൻ ഇന്ത്യൻ സിനിമയെ കാന്താര ചാപ്റ്റർ 1 തിയേറ്ററിലെത്തിയിട്ട് ഇന്നലെ വ്യാഴാഴ്ചയോടെ 5 വാരമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,00,000 രൂപയായിരുന്നു. അങ്ങനെ 36 ദിവസം കൊണ്ട് 55,50,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 36 ദിവസം കൊണ്ട് കർണാടകയിൽ 245,10,00,000 രൂപയും ആന്ധ്ര, തെലങ്കാനയിൽ 106,16,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 72,15,00,000 രൂപയും നോർത്ത് ഇന്ത്യയിൽ നിന്ന് 253,86,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 36 ദിവസം കൊണ്ട് 733,10,00,000 സ്വന്തമാക്കിയ സിനിമ 843,60,00,000 രൂപയാണ് ലോകമെമ്പാടുമായി ഇന്നലെ വരെ കളക്ട് ചെയ്തിട്ടുള്ളത്. 37ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1.5-2 കോടി റേഞ്ചിലാണ്. അങ്ങനെ 845 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒക്ടോബർ 31 വെള്ളിയാഴ്ച കേരളം ഉൾപ്പെടെ റിലീസ് ചെയ്യപ്പെട്ട ആസാമീസ് സിനിമയാണ് റോയി റോയി ബിനാലെ. രാജേഷ് പൂജാൻ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ ഈ സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസത്തെ ഇന്ത്യൻ ട്രാക്കുകൾ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ സിനിമ 14,80,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 5 കോടി മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുമുണ്ട്. നേരത്തെ നവംബർ 6 റിലീസിംഗ് തീരുമാനിക്കുകയും പിന്നീട് മാറ്റിവെക്കുകയും ചെയ്ത മോഹൻലാൽ സിനിമയാണ് വൃഷഭ. നന്ദകിഷോർ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഒരു ഫാന്റസി ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ സമർജിത്ത് ലങ്കേഷ്, നയൻ സരിക, രാഹിണി ദ്വിവേദി, അജയ്, അലി, നേഹ സക്നേന, വിനയ് വർമ്മ, രാമചന്ദ്ര രാജു എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. പാൻ ഇന്ത്യൻ റിലീസായി തിരഞ്ഞെടുക്കുന്ന ഈ സിനിമയുടെ പുതിയ റിലീസ് തീയതി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ക്രിസ്മസ് റിലീസായി ഡിസംബർ 25 ഈ സിനിമ ഇനി തിയേറ്ററിലെത്തുന്നത്. തളപതി വിജയ് നായകനായി H വിനോദ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന തമിഴ് പാൻ ഇന്ത്യൻ സിനിമയാണ് ജനനായകൻ. ചിത്രത്തിൽ പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, മമിത ബൈജു, പ്രകാശ് രാജ്, പ്രിയാമണി, നരേൻ, ഗൗതം വാസുദേവ മേനോൻ എന്നിങ്ങനെ വമ്പൻ താരനിരയാണ് അണിനിരന്നിട്ടുള്ളത്. 2026 ജനുവരി 9 പൊങ്കൽ റിലീസായി തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ നാളെ ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് റിലീസ് ചെയ്യും എന്ന അപ്ഡേറ്റ് ഇന്ന് വന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.